ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാ വെച്ചാൽ RSSകാരും BJPക്കാരും ഒക്കെ എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കുമെന്ന് നമ്മുടെ ലസിത ചേച്ചി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നീ എന്തിനാ ഇങ്ങനെ ഈ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും തമ്മിൽ തല്ലിക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആരാ വർഗീയവാദം പറയുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. മനസ്സിലായില്ല? RSSനെയും BJPനെയും നീ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. RSSും BJPയും എന്താണെന്ന് വ്യക്തമായിട്ട് അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കും. കർത്താവേ കാത്തോളണേ. BJPയും RSSകാരും എന്നെ കൊല്ലുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ചാവുന്നതിൽ എനിക്ക് വിരോധമല്ല. പിന്നെ വർഗീയവാദം, ഞാനിടുന്ന തംബ്ലൈനുകൊണ്ട് അത്രയ്ക്ക് മേൽ വർഗീയവാദം ഉണ്ടാവുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെയും തംബ്ലൈന് വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകണം. ഞാൻ ചേച്ചിക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെത് കുറച്ച് ലോങ് ആയതുകൊണ്ട് നമുക്ക് 1.5 സ്പീഡിലിടാം. എൻ്റെ കാര്യത്തിൽ അവർ അഭിപ്രായം പറയാതിരിക്കേ ഒക്കെ അവരുടെ ഇഷ്ടം. എൻ്റെ FB പേജ് എടുത്ത് നോക്കിയാൽ കാണാം മുസ്ലിംസ് ചിരിക്കുന്നുണ്ടോ അതോ കരയുന്നുണ്ടോ എന്നുള്ളത്. അതും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ആ അഭിപ്രായം പറയാം. എല്ലാത്തിനും തെളിവല്ലേ നിങ്ങൾക്കൊക്കെ വേണ്ടത്. ആ തെളിവ് നോക്കിയതിന് ശേഷം മാത്രം മറുപടി തന്നാൽ മതി കേട്ടോ. പിന്നെ മുത്തപ്പന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, എനിക്ക് ആ മുത്തപ്പൻ്റെ ആ ഒരു സ്ഥലം വിട്ടു പോരുന്നതിനിടയ്ക്ക് എനിക്കത് സാധിപ്പിച്ചു തന്നൊരു വ്യക്തിയാണത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ട് വിശ്വാസമായിട്ടുള്ളൊരു അമ്പലമായിപ്പോയി അത്. ഞാൻ ഒരിക്കലും പോകില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു അമ്പലം. കാരണം അവിടെ തോന്നി നായ്ക്കളാണുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് നായി എന്ന് പറയുന്നത് ഹറാമ് എന്ന് ചെറുതിലേ തൊട്ട് പഠിപ്പിച്ചതുകൊണ്ടും നായിനെ ഇന്നേ വരെ തൊടാത്തത് കൊണ്ടും അതൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. പക്ഷെ മുത്തപ്പൻ എന്താണെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഇഷ്ടമാണ് ഇന്ന് ആ ഡേശ് മോൻ്റെ അടുത്ത് ഞാൻ പ്രകടിപ്പിച്ചത് കേട്ടോ. പിന്നെ തംബ്ലൈൻ ഇട്ടിട്ട് വർഗീയത ഉണ്ടാക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകാരെയും ഇപ്പോഴേക്കും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടേ. അതും നിങ്ങൾക്കറിയാലോ. അപ്പം ഞാൻ ഈ വോയിസ് ഇവിടെ കേൾപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ RSSകാരും BJPക്കാരും എൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു നടപടി എടുക്കുമെന്നും ഇവർ കുറേയായി പറയുന്നു. RSSകാരും BJPക്കാരും എന്നെ അങ്ങില്ലാണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. RSSകാർ BJPക്കാരോടുമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇല്ലാണ്ടാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. ആ കൂടെയായിട്ട് കയറുന്നിടത്ത് ആ ബസ് സ്റ്റോപ്പിന് ജസ്ന സ്മാരകം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭർത്താവിന് അവർക്കൊക്കെ ഞാനില്ല എന്നുള്ളൊരു വിഷമം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ RSSനെയും BJPനെയൊന്നും പേടിച്ചിട്ട് ഞാൻ ജീവിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ അതോർത്ത് ടെൻഷനാവണ്ട. ഇനി RSSകാരും BJPക്കാരും ഇനി എന്നെ വെട്ടിക്കൊല്ലൂന്ന് പറഞ്ഞാലും കുത്തിക്കൊല്ലൂന്ന് പറഞ്ഞാലും തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ. ലസിത ചേച്ചി പറയുന്നത് കേട്ടല്ലോ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ കാര്യത്തിൽ RSSകാരും BJPക്കാരും ഒരു കാര്യം എടുക്കും പോലും. ആ എടുക്കുന്നത് കുറച്ച് കനത്തിലെടുക്കണേ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, തിരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിലേ ശരിയാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ജസ്നയ്ക്കുള്ള ഭീഷണിയാണ് RSSും BJPയും ജസ്റ്റിനെ ഇല്ലാതെയാക്കും പറയുന്നതോ. ഇനി ഏത് മണ്ഡലത്തിലായിരുന്നു ചേച്ചി മത്സരിക്കുന്നതെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. ചേച്ചി മത്സരിക്കുന്ന മണ്ഡലം ഏത് മണ്ഡലമായിരുന്നു? ഏതോ ഒരു മണ്ഡലത്തിൽ ചേച്ചി മത്സരിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് ഒന്ന് നോക്കി നോക്കാം നമുക്ക്, ഏതെങ്കിലും മണ്ഡലത്തിൻ്റെത് കാണുമെന്ന്. തലശ്ശേരി മുനിസിപ്പാലിറ്റി 21-ാം വാർഡ് കുട്ടിമാക്കൂർ, അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ലസിത പാലക്കലാണ് പറയുന്നത്. RSSൻ്റെയും BJPൻ്റെയും ആൾക്കാർ ഈ അടുത്ത ദിവസങ്ങൾ കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്നുള്ളത്. അപ്പം ഞാനിത് നിങ്ങളോട് പുറം ലോകത്തിനോട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഏതെങ്കിലും രീതിയിൽ വല്ല ബോംബ് സ്ഫോടനമോ വല്ല കത്തിക്കുത്തോ വാഹനാപകടമോ ഒക്കെ ഉണ്ടായിട്ട് മരണപ്പെട്ടു പോയാൽ
ദേ BJP RSS ആണ് എന്നുള്ളതിന് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് വോയിസ് കേൾപ്പിച്ച് തന്നില്ലേ. അതുകൊണ്ടാട്ടോ അവരെന്നെ തൂക്കിക്കൊല്ലും അല്ലെ എന്നെ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഇപ്പോഴും ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് അഥവാ ആരെങ്കിലും കേൾക്കാത്തവരായിട്ടുണ്ടെങ്കിലോ, RSSും BJPയും എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു എന്നുള്ളത് അവരെന്താണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യരുത്. ഈ ഒരാളെ വോയിസ് എടുത്തിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കല് അല്ലെങ്കിൽ അതെടുത്തിട്ട് വീഡിയോ ചെയ്യല് ഇതൊന്നും വേറൊരു ഇതിൻ്റെതായിപ്പോയി. സോറി, ഒരിക്കൽ കൂടും കേൾപ്പിച്ചു തരാം. RSSനെയും BJPനെയും നീ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. RSSും BJPയും എന്താണെന്ന് വ്യക്തമായിട്ട് അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കും കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങൾ കൊണ്ട് അവരെൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. അക്കുഡേറ്റിലൊരു കറുത്ത തുണി എത്രയും പെട്ടെന്ന് തൂക്കുമെന്നാണ് ലസിത ചേച്ചി പറയുന്നത്. ലസിത ചേച്ചിയല്ലേ പറയുന്നത്? പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന ചേച്ചിയല്ലേ? കാണാം നമുക്ക്. ആദരാഞ്ജലി നേരുന്നു. ആരും നേരാനുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ ആദരാഞ്ജലികൾ നേർന്നതാണ്. അപ്പോൾ എല്ലാവരോടും പറയാണ്, ഞാൻ ഏതെങ്കിലും രീതിയിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കേട്ടല്ലോ, BJPക്കാരും RSSകാരും എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ തീരുമാനം എടുക്കട്ടെ. അവരാണല്ലോ ലാസ്റ്റ് വാക്ക്. ഓക്കെ.